എന്തോ പറയാനെന്ന് ചക്ക വീണ് മുയല് ചത്തെന്ന് പറയുന്ന അവസ്ഥ ഇന്നലത്തെ മത്സരം കാണുമ്പോഴത്തേന് കെകെആറും പഞ്ചാബും തമ്മിലുള്ള മത്സരം ഇന്നലത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദ്യം ബാറ്റ് ചെയ്യുന്ന പഞ്ചാബ് 111 റൺസ് എടുക്കുന്നു. കെകെആർ വെറും 95 റൺസിൽ ഓൾ ഔട്ട് ആവുന്നു. പഞ്ചാബ് 16 റൺസിന് ജയിക്കുന്നു. ഇതിന് എന്നാ പറയാനത്? ഈ മത്സരത്തിൽ എന്താ പറയാനത്? ഇന്നലെ ഏറ്റവും ലോവസ്റ്റ് ടോട്ടൽ ഇന്നലെ ഡിഫെൻഡ് ചെയ്തു പഞ്ചാബ് കഴിഞ്ഞ കളിയിൽ 243 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ടീം ഇന്നലെ വന്ന് പറയാം, ഞങ്ങളെ കൊണ്ട് ഈ വലിയ സ്കോറൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഞങ്ങൾ വേണമെങ്കിൽ ചെറിയ സ്കോറൊക്കെ ഡിഫെൻഡ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയും. ഇന്നലെ വന്ന് എൻ്റെ അമ്മച്ചിയെ 111 റൺസ് ഡിഫെൻഡ് ചെയ്യും, അത് 16 റൺസ് ഇന്നലെ കളി ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവം തന്നെയാന്ന് പറയേണ്ടിയിരിക്കുന്നു. കെകെആറിന്റെ മണ്ടത്തരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. മണ്ടത്തരങ്ങളിൽ മണ്ടത്തരം കാണിച്ചു കൂട്ടി ഇന്നലെ മാച്ച് കൈന്നുകൊണ്ട് കളഞ്ഞെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ എന്തൊക്കെയായിരുന്നു കെകെആർ ഫാൻ പറയുന്ന, കളി ജയിക്കാൻ പോകുന്നു, നമ്മൾ പോയിന്റ് ടേബിളിൽ കുതിച്ചു ചാടാൻ പോകുന്നു, കിടക്കുന്നു. അവസാനം റിസൾട്ട് വന്നപ്പം പവനായി അതായെന്ന് പറയുന്നതായിരുന്നു ഇന്നലത്തെ കെകെആറിന്റെ അവസ്ഥ. മാച്ചും നമ്മളിത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ടോസ് കിട്ടിയ ശ്രേയസ് അയ്യർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. എല്ലാവർക്കും അതിശയം. കഴിഞ്ഞ കളിയിൽ 243 ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ടീം എങ്ങനെ ഒരു ബാറ്റിംഗ് എടുത്തു? എത്ര ചെയ്താലും അവരുടെ കയ്യിൽ, കെകെആറിന്റെ കയ്യിലായാലും 9 വരെ ബാറ്റേഴ്സ് ഉണ്ട്. അവര് വന്ന് ചേസ് ചെയ്യുമെന്നുള്ള മട്ടായിരുന്നു ഇന്നലെ എല്ലാവർക്കും. കാരണം ഫെർഗൂസൺ ഇഞ്ചുറി ആവുന്നു, പുറത്തു പോകുന്നു. 240 പ്ലസ് സ്കോർ പോലും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ടീം എന്തിന് ബാറ്റിംഗ് എടുത്തു എന്ന് വിചാരിക്കുന്നു. എന്നാൽ ടീം ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു. സേവ്യറിനെ അവർ ടീമിലോട്ട് ഇടുന്നു, ജോഷ് ഇംഗ്ലീഷിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു, മാക്സ്വെല്ലിനെ കളിപ്പിക്കുന്നു, സ്റ്റോൺസിനെ കളിപ്പിക്കുന്നില്ല. റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നു സ്റ്റോൺസിന് ഇഞ്ചുറി ഒന്നും ഇല്ലായിരുന്നു, സ്റ്റോൺസിനെ മാറ്റി നിർത്തിയത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കളിയിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഷാമിയെ ലാസ്റ്റ് ഓവറിൽ എനിക്ക് തോന്നുന്നു 4 6 ആണ് അടിച്ചത്. ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോൺസിനെ മാറ്റി നിർത്തുക, ഒട്ടും ഫോമില്ലാത്ത മാക്സ്വെല്ലിനെ എടുത്ത് ടീമിൽ ഇടുക. മാക്സ്വെല്ലിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ചേച്ചിക്ക് എന്താണ് മാക്സ്വെല്ലിനോട് ഇത്രയും ഒരു ഇഷ്ടമൊന്നും പിടികിട്ടുന്നില്ല. ഇന്നലെ വന്നൊരു ഇമ്പോർട്ടന്റ് വിക്കറ്റ് ഒക്കെ എടുത്തു എന്ന് പറയുന്നത്, ഒരുവിധം ബോൾ നല്ലപോലെ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബോളിംഗിൽ കുഴപ്പമില്ല, പക്ഷേ ബാറ്റിംഗിൽ കൺസേൺ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ബാറ്റിംഗിന് വരുന്നു, ഓപ്പണിംഗ് മനോഹരമായിരുന്നു പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം ആദ്യത്തെ 3 ഓവറിൽ 33 റൺസ് എടുക്കുന്നു. അരോരയ്ക്കും നോക്കിയയ്ക്കും എല്ലാത്തിനും പറക്കിയെടുത്തിട്ട് അടിക്കുന്നു. നമ്മുടെ 39 റൺസ് എടുക്കുന്നു. ഓരോ ഓവറിലാണ് 2 വിക്കറ്റ് കൊണ്ട് കളയും. പിന്നെ അങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ പോലെയായിരുന്നു ഇവരുടെ ബാറ്റിംഗ് സ്കോർ കാർഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 0 9 2 3 4 എന്ന് പറയുന്ന ഒരു സ്കോർ കാർഡ് അനാവശ്യമായിട്ട് ഇന്നലെ അവരുടെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ കെകെആറിന്റെ ബോളിംഗ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ അർഷിത് റാണ മനോഹരമായി ബോൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ശ്രേയസ് അയ്യറിന്റെയും പരം സിംബറിന്റെയും വിക്കറ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മനോഹരമായി ഇന്നലെ നോക്കുകയാണെങ്കിൽ അർഷിത് റാണ സ്കിഡ് ചെയ്താണ് ബോൾ ചെയ്തത്. സ്റ്റംപ് ടു സ്റ്റംപ് എറിഞ്ഞതേയില്ല. ഓഫ് സൈഡിൽ നിന്ന് ബോൾ സ്കിഡ് ചെയ്ത് എറിഞ്ഞുകൊണ്ടേയിരുന്നു. അതിന്റെ ബെനിഫിറ്റ് കിട്ടി. ശ്രേയസ് അയ്യർ വരുന്നു, നല്ലൊരു മനോഹരമായ ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് വെക്കുന്നു, ബോൾ സ്കിഡ് ചെയ്ത് അകത്തോട്ട് കൊണ്ടുവരുന്നു, ആ ട്രാപ്പിൽ വീണു. പരം സിംബറിനും അടിച്ചു കളിക്കുന്നു. അവിടെ നല്ലൊരു ക്യാപ്റ്റൻസി അവിടെ രഹാനയുടെ കാണാനിടയായി. നല്ലൊരു ഫീൽഡിംഗ് സെറ്റപ്പ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഒരു ബോൾ സ്കിഡ് ചെയ്ത് അകത്തോട്ട് കൊണ്ടുവരുന്നു, അവിടെ പരം സിംബരനും വീണു എന്ന് പറഞ്ഞിരിക്കും. അതോടെ ടോപ്പ് ഓർഡർ നല്ല ഫോമിലുള്ള 3 പേരും, പ്രയാൻഷ് ആര്യ ആയാലും പരം സിംബരൻ ആയാലും ശ്രേയസ് അയ്യരും പോകുന്നു. അവർ ടോപ്പ് 3